എനിക്കൊരു പോയിൻ്റ് ഉള്ളത്, അത് നമ്മളൊരു ഒരു 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 തൊഴിൽ എന്ന നിലയ്ക്ക്, തൊഴിലെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 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 വരുമാന മാർഗം എന്ന നിലയ്ക്കൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ മഹാപാതകമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ചാരിറ്റി പ്രവർത്തകൻ, സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്ക് വെച്ചതാണ്. അദ്ദേഹത്തോട് ഒരു കേസിൽ പിരിച്ച പണത്തിൻ്റെ കണക്ക് ചോദിക്കാൻ വിളിച്ച ആളോട് അദ്ദേഹം ചൂടാവുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ടെലിഫോൺ റെക്കോർഡ് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കാം. നീ ആരാണ് കണക്ക് ചോദിക്കാൻ? നിന്നോട് കണക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ കണക്ക് നോക്കിക്കോളാം എന്നാണ്. അപ്പോൾ കണക്ക് വേണ്ടപ്പെട്ടവരെ ബോധിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ, ഈ വിളിച്ച മനുഷ്യൻ ചോദിക്കുന്നു ആരാണ് വേണ്ടപ്പെട്ടവർ, ഞാൻ അവരോട് സംസാരിച്ചോളാം, നിങ്ങൾ പറയേണ്ട കണക്ക് അത് നിന്നോട് പറയേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ പിരിച്ച പണം എവിടെയാണ്, എത്ര പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു, നിങ്ങളതിൻ്റെ ബാക്കി എവിടെയൊക്കെ ചിലവഴിച്ചു, ബാക്കി ആർക്ക് കൊടുത്തു, ഇതിൻ്റെ വിശദാംശങ്ങൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ആളുകളെ ആക്ഷേപിക്കുക. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരാണ്, ഞങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്, ഞങ്ങൾക്ക് കയ്യിൽ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന മട്ടിൽ ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ പെരുമാറുകയും ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒന്ന്, ഇപ്പോൾ 12 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് മഹാരാഷ്ട്ര മോഡൽ വണ്ടിയാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുടുംബത്തിന് കുട്ടിയെ ചികിത്സിക്കാൻ പണമില്ല എന്നതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തേടുന്നു മലയാളിയോട് പറഞ്ഞു. മലയാളികൾ അവർക്കെല്ലാം പൈസ കൊടുക്കുന്നു. പൈസ കൊടുക്കുന്ന എൻ്റെയും അമൃതയുടെയും അജിംസിൻ്റെയും ഒക്കെ ഒരു ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? കുട്ടിയുടെ ചികിത്സയ്ക്കാണ് പൈസ കൊടുക്കുന്നത്, വേറെ ഒന്നിനുമല്ല. കാരണം എന്താണ്? ആ കുട്ടി രക്ഷപ്പെടണം എന്നൊറ്റ ആഗ്രഹം കൊണ്ടാണ്. അതിൽ എക്സസ് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പണം എടുത്ത് ചാരിറ്റി പ്രവർത്തകന് 12 ലക്ഷം രൂപയുടെ ഇന്നോവ വാങ്ങിച്ചു കൊടുക്കാൻ ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അനീതിയുണ്ട്. കാരണം എന്താണ്? പണം തന്ന മനുഷ്യരുടെ പൊരുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് പണം തന്നത്? ആ പണം ആ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് വിനിയോഗിക്കാൻ അവർക്ക് റൈറ്റില്ല. അത് അവർക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള, സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്നത് തീരെഴുതി കൊടുത്ത പണമല്ല, ഒരു ആവശ്യത്തെ മുൻനിർത്തി മനുഷ്യർ നൽകിയിട്ടുള്ള പണമാണ്. ആ പണം എക്സസ് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടതായിരുന്നു അതേപോലെ സഹായം അർഹതയുള്ള മനുഷ്യരിൽ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ആ പൈസ കൊടുക്കാനായിരുന്നു അവർ തയ്യാറാവേണ്ടത്. അല്ലാതെ ആ പണം പിരിക്കാൻ മുന്നിൽ നിന്ന ആൾക്ക് 12 ലക്ഷം രൂപയുടെ ഇന്നോവ വാങ്ങിച്ചു കൊടുക്കാൻ ആ കുടുംബമാണ് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബത്തെ സഹായിച്ച മുഴുവൻ മനുഷ്യരോടും ചെയ്തിട്ടുള്ള അന്യായമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം എന്താണ്? ആ 12 ലക്ഷം രൂപ തൊട്ട് ആ 12 ലക്ഷം രൂപ 10ആയി വീതിച്ചാൽ അതിൻ്റെ അർഹതപ്പെട്ട എത്ര മനുഷ്യർ ഈ നാട്ടിലുണ്ട്? അതിൻ്റെ ആ 12 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ കിട്ടുന്നതിൽ എൻ്റെ ചികിത്സ നടത്താമായിരുന്നല്ലോ എന്ന് ആ വാർത്ത കണ്ടപ്പോൾ മോഹിച്ചു പോയ എത്ര മനുഷ്യരുണ്ടാവും? ആ മനുഷ്യരോട് ചെയ്തിട്ടുള്ള അന്യായമാണ് ആ 12 ലക്ഷത്തിൻ്റെ ഏർപ്പാടെന്ന ഒരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ഇന്നോവയുണ്ട്. ആ ഇന്നോവ പഴയതായി പോയതുകൊണ്ട് പുതിയത് കൊടുക്കുക, അത് കൊടുക്കാൻ ഒരു കാർ ഷോറൂമിൽ നമ്മൾ പോയി പർച്ചേസ് എന്നുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുക, അവിടെ വെച്ച് കൊടുക്കുക, കൈയടിക്കുക, എന്ത് ഏർപ്പാടാത്? അപ്പോൾ ഈ പ്രശ്നമുണ്ട്. ഈ 12 ലക്ഷം രൂപ അവർക്ക് തോന്നുമ്പോൾ ചിലവാക്കാൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പണമല്ല. അധികം വരുന്ന എല്ലാ പണവും എന്ന് പറയില്ലേ, ഏൽപ്പിക്കപ്പെട്ട അധിക പണമെല്ലാം മറ്റൊരാൾക്ക് അർഹപ്പെട്ട ഒരു ചാരിറ്റി പ്രവർത്തനം നിങ്ങൾക്ക് 100 രൂപ ആവശ്യമുണ്ട്, 110 വന്നെങ്കിൽ ആ അടുത്ത 10 രൂപ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെന്ന അടിസ്ഥാന ബോധ്യത്തിൽ നിന്ന് അവരപ്പുറം പോയി. എന്ന് മാത്രമല്ല, ഈ ചാരിറ്റി പ്രവർത്തകരായ മനുഷ്യരും അതുവഴി ഞങ്ങൾക്ക് ഫെയിം കിട്ടണം, അതുവഴി ഞങ്ങൾക്ക് ഒരു ആഡംബര ജീവിതം നയിക്കാൻ കഴിയണം, അതുവഴി ഞങ്ങൾക്ക് ആഡംബര കാറിൽ സഞ്ചരിക്കാനും ആളുകൾ ഞങ്ങളെ എപ്പോഴും സമീപിക്കുക, ഒരു സെലിബ്രിറ്റി ലൈഫ് ഞങ്ങൾക്ക് നയിക്കാൻ കഴിയണം എന്നൊക്കെ വിചാരിക്കുന്ന ആത്മാർത്ഥമല്ല. മനുഷ്യരുടെ പ്രശ്നങ്ങളോട് നമുക്ക് അടുപ്പമുണ്ടെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വേദനയുണ്ടെങ്കിൽ അത് ഏറ്റവും ആത്മാർത്ഥമായി നിർവഹിക്കുക. അതിനൊരു ഷോ ഓഫിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിന് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നത്, അത് ആത്മാർത്ഥമാണെന്ന് വിചാരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പണമിടപാടിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുക, കണക്ക് ആർക്ക് ചോദിച്ചാലും കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സുതാര്യമായിരിക്കുക എന്നത് പ്രധാനമാണ്. പണം കൊടുക്കാൻ തയ്യാറായ കോടാനുകൂടി മനുഷ്യരുണ്ട്. അവരുടെ വിശ്വാസ്യത എന്ന പ്രശ്നത്തെ അത് അപകടത്തിലാക്കരുത്. നാളെ ഒരാൾക്ക് പണം കൊടുത്താൽ എത്തുമോ എന്ന സംശയം ഉണ്ടാക്കരുത്. കാരണം എന്താണ്? നമുക്ക് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചോ ജീവിക്കാൻ കഴിയുള്ളൂ. ആ പാരസ്പര്യത്തെ, ആ സൗഹാർദ്ദത്തെ, ആ പങ്കുവെക്കലിനെ, അതൊരു വിശ്വാസ്യതയാണല്ലോ, അതിനെ പൊളിക്കുന്ന സെലിബ്രിറ്റി ലൈഫ് ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്.